നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ തമ്മിൽ കണ്ട പോലെ തന്നെ സഞ്ജുവേടന്റെ അനിയന്റെ കല്യാണമാണ് കേട്ടോ നാളെ. ഇന്ന് കല്യാണ തലേന്നാണ്. ഞാൻ രാവിലെ വന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം എത്രയായി സഞ്ജുട്ടോ? 8 മണിയാവുന്നു. രാവിലെ തന്നെ എന്നെ കൂട്ടാൻ വന്നിട്ടുണ്ട്. അപ്പൊ രാവിലെ വരണം. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഇന്ന് പുടവ് കൊടുക്കാനൊക്കെ ഞങ്ങൾക്ക് പോകണം. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എന്റെ സാധന സാമഗ്രി ഒക്കെ എടുത്തിട്ട് ഞാൻ പോരുകയാണ് കേട്ടോ. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഇട്ട മെഹന്തിയാണ്. ഇത് ആക്ച്വലി സ്റ്റിക്കറാണ്. വലിയ കുഴപ്പമില്ല തോന്നുന്നു. ഒന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. 2 കയ്യിലും ഒരേപോലെ സ്റ്റിക്കർ ഒട്ടിച്ചതാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മള് പോണ വഴിക്ക് എനിക്ക് കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിക്കാണ്ട് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പൊ അതും കൂടെ വാങ്ങിച്ചിട്ട് വേണം നേരെ വീട്ടിൽ പോകാൻ. അവിടെ എല്ലാവരും എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളൊന്നും വന്നിട്ടില്ല. കുഞ്ഞമ്മ, അമ്മായി, അങ്ങനെ അച്ചച്ചി, അമ്മമ്മ എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേഗം പോകണം. ഞങ്ങൾ ആദ്യം പോയിട്ടൊന്ന് മുല്ലപ്പൂക്കെ വാങ്ങാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാകും ഞങ്ങളുടെ കല്യാണം എന്താ നടക്കാത്ത, ഞങ്ങളുടെ കല്യാണം എന്താ ഫസ്റ്റ് നടക്കാത്തന്ന്. അമ്മയ്ക്ക് ലീവില്ല. അമ്മയ്ക്ക് ഒരു ഓഗസ്റ്റ് സമയം ആകുമ്പോഴേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിലേക്കൊക്കെ ആയിരിക്കും ഞങ്ങളുടെ കല്യാണം. അപ്പൊ അവരുടേത് ഫസ്റ്റ് നടത്താന്ന് വിചാരിച്ചു ഏപ്രിലിൽ അല്ലേ. ആദ്യം കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല. നല്ല സങ്കടം ഉണ്ട് ആക്ച്വലി. സത്യം പറഞ്ഞ ഞങ്ങൾ മാക്സിമം ഒരുമിച്ച് നടത്താന്നുള്ള പ്ലാനിലൊക്കെ എത്തിയായിരുന്നു ലാസ്റ്റ് ടൈം ആയപ്പോഴേക്കും. പക്ഷെങ്കിൽ എല്ലാം ചീറ്റിപ്പോയി. അത് ഷർട്ടാ. അപ്പോൾ ലാസ്റ്റ് ടൈം ആയപ്പോഴേക്കും അവർക്ക് ഏപ്രിലിൽ കല്യാണം വേണമെന്ന് പറഞ്ഞു. സോ അവരുടെ കല്യാണം ഫസ്റ്റ് നടക്കത്തേന്ന് നമ്മൾ വിചാരിച്ചു. പിന്നെ ഇപ്പം അതിൻ്റെ പരിപാടിയിലാണ്. അപ്പം ഞാൻ ഓരോരോ പരിപാടി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന്. കുറേ പരിപാടീസ് ഉണ്ട്, നമുക്ക് വരുന്നുണ്ട് ഇല്ലേ? കുറേ പ്ലാൻ ചെയ്തിട്ടൊക്കെ ഇല്ലേ? ഞാനിങ്ങനെ പുടവ് കൊടുക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ. നമ്മൾ അങ്ങനെ കൊടുക്കേണ്ട ഒരു ഇതൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ചേച്ചീന്റെ കല്യാണത്തിന് അവർ ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ. അപ്പൊ ഇപ്രാവശ്യം ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിലും ഞാൻ ഏടത്തിയമ്മയാണല്ലോ. ബേസിക്കലി ഒരു സ്ഥാനം കൊണ്ടല്ലേ എനിക്ക് വളരണത്. അപ്പൊ ഞാന് കല്യാണം കഴിച്ചില്ലെങ്കിലും ബന്ധം കൊണ്ട് ഞാൻ ഏടത്തിയമ്മയാണ്. സോ ഞാനാണ് പോയിട്ട് പുടവയൊക്കെ കൊടുക്കേണ്ടത്. നമ്മള് കുറച്ച് പേര് പോകുന്നുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങള് അവിടുത്തെ എത്തിയിട്ട് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ വിവരങ്ങളൊക്കെ കാണിച്ചു തരാം. എന്തായാലും നമ്മൾ പോയിട്ടൊന്ന് പൂ വാങ്ങട്ടെ. അപ്പൊ നമ്മൾ കാളികാവുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ പൂ വാങ്ങാൻ വന്നിട്ടുള്ള. വിഷ്ണു ഫ്ലവേഴ്സ് മുല്ലപ്പൂ 2 മുഴം. അതെ ചേച്ചി ഇതാണ് ഗായ്സ് എനിക്ക് പുടവ കൊടുക്കുമ്പോൾ ചൂടേണ്ട പൂ. അങ്ങനെ നമ്മളെ പുടവ കൊടുക്കാൻ പോകുമ്പോൾ എനിക്ക് ചൂടാനുള്ള 2 മുഴം പൂ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് എൻ്റെ ഒരു ആഗ്രഹത്തിനാണ്. ഞാൻ പുടവ കൊടുക്കാൻ പോകുമ്പോൾ സാരിയാണ് ഉടുക്കുന്നത്. ഞാൻ പൊതുവെ സാരി ഉടുക്കാറേ ഇല്ല. എൻ്റെ ലൈഫിൽ എനിക്കൊന്നും 1-2 പ്രാവശ്യം മാത്രമേ ഉടുത്തിട്ടുള്ളൂ. അപ്പോൾ പുടവ കൊടുക്കാൻ പോകാൻ എന്തായാലും സാരി ഉടുക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം നാളെ ഞാൻ കല്യാണത്തിന് ധാവണിയാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് സാരി ഉടുക്കാൻ കേട്ടോ. അപ്പം അതിന് ഞാൻ ഈ മുല്ലപ്പൂ ചൂടണമെന്നൊരു ആഗ്രഹം പറഞ്ഞു. അതിന് ഞങ്ങൾ പോകുന്ന വഴിക്ക് വാങ്ങിയിട്ടുള്ളതാണ്. ഭയങ്കര ചൂടാണ്. ചൂട് കാരണം മുല്ലപ്പൂക്ക് ആകെ വാടി. കാരണം ഇന്നലെ വൈകുന്നേരം വന്ന പൂവാണ്. പക്ഷെ ഇതിപ്പോൾ ഏകദേശം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തന്നപ്പോൾ വലിയ കുഴപ്പമില്ല. ബാക്കി അവിടെ വെച്ചതൊക്കെ ഫുള്ള് ഇങ്ങനെ കരിഞ്ഞ പോലെ ആയിട്ടുണ്ട്, നല്ല ചൂട് കാരണം. ഇപ്പം നാളെ ചൂടാനുള്ളത് ഇന്ന് വൈകുന്നേരത്തെ വണ്ടിയിൽ വരുന്ന പൂവാണ് കേട്ടോ. നാളെ നമ്മൾ കല്യാണത്തിന് ചൂടാനുള്ളത്. ദേവുവിനുള്ള പൂവൊക്കെ നമ്മളിവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. 2 റോള് അടുപ്പിച്ച് കെട്ടിയ മുല്ലപ്പൂവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒക്കെ ഉള്ളത്. അപ്പം അതൊക്കെ വൈകുന്നേരം 6 മണിക്കാണ് വരിക. അത് പിന്നെ ആ ടൈം ആകുമ്പോൾ കൊണ്ടുപോയിട്ട് പോകും. തുറന്നിട്ടില്ലേ? ആകെ പണിപൊളി. വയറിനൊന്നും വലിയ സുഖമില്ല. ചെറിയ ഫുഡ് പോയിഷനൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പോണ വഴിക്ക് ദോശ വാങ്ങാന്ന് വിചാരിക്കുന്നു. കഞ്ഞിയായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ കഞ്ഞിയാണ് കുടിച്ചത്. അപ്പോൾ പോകുന്ന വഴിക്ക് ദോശ വാങ്ങാൻ. ഫാൻസി കട ഒന്നും തുറന്നിട്ടില്ല. രാവിലെ ഇത്രയല്ലേ ടൈം ആയിട്ടുള്ളൂ. പിന്നെ സഞ്ജുവേട്ടൻ്റെ അനിയൻ പറയാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മളുടെ കല്യാണ ചെറുക്കൻ മുടിയൊക്കെ വെട്ടാൻ എന്തൊക്കെയോ ഒരുങ്ങാനൊക്കെ വരുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ആ ടൈമിലേക്ക് ഒരു മെഹന്തിയും കൂടെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയണം. ആക്ച്വലി ഞാൻ ഒരു കോണ് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. 2 വേണം. ഇതിന്റെ ഇവിടേക്ക് ഇനി ഒന്ന് കവർ ചെയ്യാനുണ്ട് കേട്ടോ.
ഈ പോർഷനൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഹന്തിയും കൂടെ വേണം. ഇന്നലെ ഫുൾ ഇട്ടത് കഴിഞ്ഞു. നമ്മളുടെ സാധനമൊക്കെ ഒന്ന് വാങ്ങിയിട്ട് ഇറങ്ങട്ടെ. അങ്ങനെ നമ്മളുടെ മെഹന്തി കിട്ടിയിട്ട് ഇവിടെ ഒരു ഷോപ്പ് തുറന്നിട്ടുണ്ട്. ഇവിടെ വേറെ ഏത് കടയും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു ഇത് മാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്തായാലും നോക്കാം. പക്ഷെ ഒന്ന് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യണം. ഇവിടേക്ക് ഒന്ന് ഇതെന്താ തൊപ്പാന്ന് അങ്ങനെ എന്തല്ലോ പറയാ, അവിടേക്ക് ഒന്ന് ഫുള്ളാക്കണം. പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തൊക്കെയാ നമുക്ക് നോക്കാം. എത്രയായി? 8:30 ആയിട്ടോ. ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ ആരൊക്കെ വന്നു ആരൊക്കെ ഉണ്ട് എല്ലാരെയും വീഡിയോയിൽ കാണിച്ച് പരിചയപ്പെടുത്തി തരാം. അവിടെ എത്തിയിട്ട് കാണാം നമുക്ക്. അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിട്ടോ. അതാ അച്ചച്ച ഹായ് പറ. അച്ചച്ച ഹായ് പറ. എല്ലാരും അവിടെ ഉണ്ട്. അമ്മമ്മയും അമ്മായിയും കുഞ്ഞമ്മയും എല്ലാരും എത്തിയിട്ടുണ്ട്. ഓരോരുത്തർ പിന്നെ വരുന്നേ ഉള്ളൂ. അപ്പൊ എല്ലാരും അവിടെ പച്ചക്കറി അരിയിൽ അങ്ങനത്തെ പരിപാടിയിലൊക്കെയാണ് കേട്ടോ. വിശദ വിവരങ്ങൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. നമ്മുടെ അടുക്കളയിൽ ഗംഭീര പരിപാടിയിലാണ് കേട്ടോ എല്ലാരും. കുഞ്ഞമ്മ ഇവിടെ തേങ്ങ ചെറിയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് പണിയിലാണ്. എല്ലാരും ഉണ്ട് അടുക്കളയില്. അമ്മേ എല്ലാരും ഓരോരോ പണിയും പരിപാടിയിലാണ്. അമ്മായിയെ ഒരു ഹായ് പറ. എല്ലാരും ഉണ്ട്. അമ്മമ്മ അമ്മമ്മ ഇങ്ങോട്ട് നോക്കി ഹായ്. ഇത് യൂട്യൂബിലിടാനാ. ചായ കുടിക്കാൻ അമ്മമ്മ ഇപ്പൊ ചായ കുടിച്ച് കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഇത് അച്ചാറിനുള്ളതില്ലേ, അച്ചാർ മാങ്ങ അച്ചാറിനുള്ള പരിപാടിയില്. ഇത് സാമ്പാറിനുള്ള കഷ്ണങ്ങള് വെള്ളം നമ്മൾ ഉണ്ടാക്കി വെച്ചു. ഇവിടെ എല്ലാരും നല്ല പണിയിലാണ്. ഞാൻ എല്ലാവർക്കും നേതൃത്വം കൊടുത്ത് ഞാൻ നടക്കുകയാണ്. ഗൈസ് എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ എനിക്ക് കുറച്ച് അയൺ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വരുന്ന വഴിക്ക് എല്ലാം കൂടെ പെറുക്കി കൂട്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പൊ ഇത് നമ്മളെ വീടിന്റെ പുറത്തുള്ളൊരു റൂം പോലത്തെ, റൂമല്ല ഒരു ഷെഡ് പോലത്തെ സംഭവമാണ് കേട്ടോ. അപ്പൊ കല്യാണം നമ്മളെ വാഷിംഗ് മെഷീനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ കല്യാണം ആയതുകൊണ്ട് നമ്മളെ അയൺ ബോക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കൊണ്ടിട്ടിട്ടുള്ളത്. നമുക്ക് തേക്കാനൊക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ തേക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അയൺ ചെയ്യണം ഒക്കെ ചുളുങ്ങി. കാരണം എല്ലാം കൂട്ടിപ്പെറുക്കി ഒരു ലോഡ് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ കൂട്ടിപ്പെറുക്കിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതാണ് എൻ്റെ കല്യാണം അല്ല എന്താ പുട കൊടുക്കാൻ മുമ്പ് ഇടുന്ന സാരീൻ്റെ ബ്ലൗസ്. ആക്ച്വലി ഇതെൻ്റെ ചേച്ചീൻ്റെ കല്യാണത്തിൻ്റെ ധാവണി ഉണ്ടായിരുന്നു ഞാനിട്ടെ. ആ ധാവണിൻ്റെ ടോപ്പാണ്. അപ്പോൾ അത് ഞാൻ ബ്ലൗസായിട്ട് പെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. വെളിച്ചമുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതാ ഈ ഒരു ഗ്രീനാണ് കേട്ടോ. പിന്നെ ഈ ഒരു അനാർക്കിൽ നമ്മൾ പുട കൊടുത്ത് വന്നിട്ട് ജസ്റ്റ് നൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ ഒരു റെഡ് അനാർക്കിൽ. പിന്നെ വിരുന്നിന് വേണ്ടിയിട്ട് ആക്ച്വലി ഞാൻ 2 ഡ്രസ്സ് വന്നിട്ടുണ്ട് ഡൗട്ടായതുകൊണ്ട്. അതിലൊന്നാണ് കേട്ടോ ഈ ഒരു ഓറഞ്ച് ഒരു അനാർക്കലി പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് 3 അയൺ ചെയ്ത് ഞാൻ വെക്കട്ടെ. കൈസ് അങ്ങനെ ഫുൾ അയൺ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ സാക്ഷി എല്ലാവരും സംസാരത്തിലാണ്. ഹായ് യൂട്യൂബിലിടാനാണ്. യൂട്യൂബിലിടാനാ സാക്ഷിയാണ് എല്ലാരും കാണട്ടെ. ഇന്നിടൂല, എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അച്ഛയാണ്. അച്ഛനെ പിന്നെ എല്ലാരും കണ്ടിട്ട്. അച്ഛൻ ഫുൾ പണിയിലാണ് ഗൈസ്. ഫുൾ വയർത്താകെ. ഞാനും ഫുൾ വയർത്തു. ഇതൊക്കെ അയൺ ചെയ്ത് ഞാനും വയർത്തു. എനിക്ക് ക്ഷീണായി. അവിടെ എല്ലാവരും ഓരോരോ പരിപാടിയിലാണ്. ഞാനിപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ജസ്റ്റ് അയൺ ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് അവരുടെ റൂം കാണിച്ചു തരാം കേട്ടോ. ഫുൾ അപ്പം ഇതാണ് നമ്മളുടെയും മണവാളിൻ്റെയും മണവാട്ടിയുടെയും റൂം. ഇത് നമ്മൾ പുതിയ ബെഡും പുതിയ കട്ടിലൊക്കെ ചെയ്തതാണ് കേട്ടോ. ഇത് അവരുടെ അലമാര കാര്യങ്ങളൊക്കെ. ഇവിടെ ജസ്റ്റ് അവരുടെ ഫോട്ടോ ഫ്രെയിം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അവരുടെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോയാണ് കേട്ടോ ഇത് രണ്ടും. പിന്നെ ഇത് ഓൾറെഡി നേരത്തെ ഉള്ളതാണ്. ഇതും പഴയതാണ്. ഇവരുടെ എൻഗേജ്മെൻറ്റ് ടൈമിലുള്ള ഫോട്ടോ ഉണ്ട്. ഇത് നമ്മുടെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോയാണ് കേട്ടോ. ജസ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ അവരുടെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ബെഡിൻ്റെ കവർ കാര്യങ്ങളൊന്നും അഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊന്നും വിരിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോഴാകുമ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് ഞാൻ റൂം കാണിച്ചു തരാം. കുറച്ചുകൂടെ കഴിഞ്ഞ ആൾക്കാരും ബഹളമൊക്കെ ആകുമ്പോൾ ഇതിനൊന്നും പറ്റില്ല. അത് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ ഇനി എല്ലാവരും വന്നിട്ട് കാണിക്കുക. ഞാനാണെങ്കിൽ ആകെ
വിയർത്ത് ആകെ ഒരു വിധമായി ചൂടാണ്, ഭയങ്കര ചൂടാണ്. ഇപ്പം കുറച്ച് കഴിയുമ്പോഴത്തെ ഇപ്പം സമയം ഒരു 9:45 ആയിട്ടുള്ളൂ. ഇവിടെ സമയം ആവുന്നേ ഉള്ളൂ എല്ലാവരും വരാൻ വേണ്ടിയിട്ട്. ഞാൻ നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കയ്യിലൊരു പിങ്ക് ഷെയ്ഡ്. ഇപ്പം എന്തായാലും കാണാം. ഗൈസ് അങ്ങനെ ഞാനിതൊന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഇന്നലെ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചതിൻ്റെ ലക്ഷണമാണ് കാണുന്നത്. അപ്പോൾ ഇതൊന്ന് സുന്ദരമാക്കുകയാണ് ഞങ്ങൾ. എനിക്ക് പ്രത്യേകിച്ച് അവിടെ പണിയില്ല, ഞങ്ങൾ വായി നോക്കി നടക്കുക. ഒന്നേ കണ്ടു പാട്ട് പാടുന്നേ. ഏതാ ഈ പാട്ട് പാടുന്നേ? അതൊക്കെ അമ്മ വെച്ചിരുന്നു, സ്റ്റാറ്റസ് വെച്ചിരുന്നു. ഓർമ്മല്ല. അമ്മ സ്റ്റാറ്റസ് വെച്ചിരുന്നു, ഒന്നേ കണ്ടു. പക്ഷെ ഇന്ന് രാത്രിയാണ് സഞ്ജുവനം പാടുന്നുണ്ട്. എന്നോട് ചോദിച്ചു 2 മൈക്കുണ്ടോ ചോദിച്ചത്. അതെയോ? വേറെ അല്ല, ഞങ്ങക്ക് കപ്പിള് പാടാനുള്ളതാണ്. 2 മൈക്കുണ്ടോ ചോദിച്ചത്. നോക്കാൻ പഠിച്ചിട്ടില്ല, അതാണ് ഏറ്റവും വലിയ കോമഡി. ഇതുവരെ പാടി നോക്കിയിട്ടില്ല. അങ്ങോട്ട് പാടല്ല. പത്താ കോമ്പറ്റീഷൻ അല്ലാത്തോണ്ട്. ഓക്കെ വേണ്ട, ഇവിടെ കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ ഉണ്ടല്ലോ. ആ മൈലാഞ്ചി ഇപ്പം സെറ്റ് ആക്കിയിട്ടുള്ളത് ഇപ്പോഴല്ലേ അടിപൊളിയായത് ഗൈസ്. സെറ്റായി. ഇപ്പോഴത്തെ കയ്യിൽ സെയിം ആണ് കേട്ടോ, ഒരേപോലത്തെ മോഡലാണ് നമ്മൾ ഇടുന്നത്. ഒരാളുടെ മുഖം കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അതെ അതെ അതെ. ഇപ്പം അല്ലേ ശരിയായേ? ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മതി കേട്ടോ. നമ്മൾ സ്റ്റിക്കർ ഒടിച്ചിട്ട് ആരെങ്കിലും ഇടാറിയുന്നവരെ കൊണ്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും. അപ്പം ഇതാ ഇങ്ങനെയുണ്ട് നമ്മൾ ഫുൾ മെഹന്തി ഇട്ട് കഴിഞ്ഞത്. ഇന്നലെ ഇപ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ചു, അതിൻ്റെ മേലെ കൂടെ ഞാനിപ്പോൾ ഇങ്ങനെ നമുക്ക് അപ്പുറത്ത് കിട്ട പൊന്നിട്ടത് നന്നായിട്ട് ഇട്ടാൽ സെറ്റായി. അപ്പം ഇത് ഉണങ്ങുന്ന വരെ ഇനി ബാക്കി കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ നിലവിൽ കാണിക്കുന്നില്ല. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും വരിക. അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ട് നമ്മൾ പുടവ കൊടുക്കാനൊക്കെ പോണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കണം. ഇപ്പം എല്ലാവരും ഞാൻ കല്യാണ പെണ്ണാന്ന് പറയുന്നുണ്ട്. മഞ്ജുവാണ്ടെന്ന് തോന്നുന്നു. എന്റെ മാമിക്ക് എന്താ പരിപാടി? മാമി പെണ്ണ് എന്താ പരിപാടി? എന്താ എന്റെ പരിപാടി? എന്താ കുഞ്ഞു പല്ല് കാണട്ടെ. കുഞ്ഞു പല്ല് എവിടെ? കുഞ്ഞു പല്ല് എവിടെ? കുഞ്ഞു പല്ല് എവിടെ? ഞങ്ങൾ ആൾക്കാരെ മാമി ഇവിടെ ഇവിടെ. ഹായ്. ഓക്കെ ശരി എന്നാലേ. അങ്ങനെ ഞങ്ങൾ പുടവ കൊടുക്കാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മായി, ചേച്ചി, അമ്മ, സഞ്ജു, വേറൊരു ചെറുത് കടുവും കൂടി. ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ. വേർത്തിട്ട് 1 മണിക്കൂറത്തെ മേക്കപ്പ് ഒക്കെ ഒലിച്ചു പോയിന്നാ തോന്നുന്നത്. ആകെ വേർത്ത് കുളിച്ച് മിക്കവാറും അവിടെ ചെല്ലുമ്പോ ഭൂതം പോലെ ഉണ്ടാവും. ഞാനൊക്കെ ചെല്ലുന്നത്. ഞാനും അമ്മും സാരി ഉടുത്തിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. സുന്ദരം നന്നായിട്ട്. അതെ അതെ, ഞാനും അമ്മുമാണ് ഇപ്പൊ ഇവിടെ സാരി എടുത്തത്. പിന്നെ ചെറിയ പിള്ളേരൊക്കെ ചുരിദാർ ഇട്ടുകൊണ്ട് തന്നെ വിഷയമൊന്നുമില്ല. കുട്ടികളായതുകൊണ്ട് ഞങ്ങൾ മുതിർന്ന സ്ത്രീകൾ സാരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളെ ഫുഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് ചടങ്ങ് കാര്യങ്ങളൊക്കെ അങ്ങനെ സാരികൾ എക്സ്ചേഞ്ച് ചെയ്യാൻ അതേപോലെ ഇല്ലാതെ പറഞ്ഞതാണ്. കുട്ടികളെ പോയിക്കോട്ടെ, പോലും സമ്മതിച്ചു. ഞങ്ങളല്ല മുതിർന്ന സ്ത്രീകളാകുമ്പോ പിള്ളേരൊക്കെ വേണമല്ലോ. അതുകൊണ്ടാണ് എന്തായാലും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ടീം ബാക്കിൽ വേറെ കാറിൽ വരുന്നുണ്ട്. അപ്പൊ അവിടെ എത്തിയിട്ട് ആരൊക്കെയാണ് എന്തൊക്കെയാണ് വിശദ വിവരങ്ങളൊക്കെ കാണിച്ചു തരാം. എന്റെ മെഹന്തി ഇപ്പൊ അത്യാവശ്യം കാണാറായിട്ടുണ്ട്. രസമുണ്ട് കാണാൻ. ഇനിയിപ്പോ അവിടെ എത്തിയിട്ട് ചടങ്ങ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ പുടവ് കൊടുക്കാൻ കാര്യത്തിനൊക്കെ പോകുന്നത്. എനിക്ക് സംഭവം ഒന്നും അറിയില്ല. ഇവിടെ ചെന്നിട്ട് കാണിക്കാം. ആരാധകരെ കാണിക്കാൻ വേണ്ടി വീഡിയോ കുംഭം ഉള്ളതുകൊണ്ടല്ലേ.
ഉള്ളതല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇച്ചിരി മുമ്പോട്ട് നീക്കിയ കുമ്മ അറിയത്തില്ല. ഇപ്പൊ നല്ല അറിയുന്നുണ്ട്. ഇപ്പൊ ഒരു 5 മാസം ലക്ഷണുണ്ട്. ഇപ്പോഴോ കുഴപ്പമില്ല. അങ്ങനെയാണ് വയറുള്ളത് ഇപ്പൊ എന്താ ചെയ്യണേ നമുക്ക്? അതെ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധന. ഞാനൊന്ന് മുടിയിട്ടാൻ പോയതപ്പോ എന്റെ മുന്നട പോയി. ഗൈസ്, അങ്ങനെ നമ്മളിവിടെ എത്താനായിട്ടുണ്ട്. അങ്ങോട്ട് കേറുകയാണ്. അതെ, എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. കൊടുക്കട്ടോ, അതുകൊണ്ട് ഇറങ്ങി ചെന്നാൽ അവിടെ വെക്കരുത്. കൈ തന്നെ പിടിക്കണം നമ്മള്. എന്നാ കൈ പിടിക്കേ? കൈ പിടിക്കാം. അപ്പൊ നമ്മളുടെ കല്യാണ പെണ്ണ് ഇതാ. വരാ അവര് വരട്ടോള. നമ്മളെ ബാക്കി ടീംസ് വരുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ പുടവ ടീം. ദിസ് ഈസ് മണവാൾ. അളിയോ കുഞ്ഞളിയനെടുത്തിട്ട് പോയിട്ട് അളിയനെടുത്തു വിട്ടരാതെ നിങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഇവിടെ. നല്ല ചൂടാണ്. എവിടെ നിൽക്കാൻ പറ്റാത്ത ചൂടാണ്. ദേവു ആന്ന് വന്നടാ. എങ്ങനെ എന്താ സംഭവിച്ചേ? സമാധാനം. അപ്പൊ നമ്മൾ പുടവ കൊടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും ഏകദേശം 5 മണിയൊക്കെ ആയിട്ട് നമ്മൾ പുടവ കൊടുത്ത് തിരിച്ചു പോകുന്നു. അവിടെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പോകുന്നു. ഇനിയിപ്പോ നേരെ വീട്ടിലേക്കാണ്. വൈകുന്നേരത്തെ കലാപരിപാടിയിലേക്കാണ് ഞങ്ങൾ കിടക്കാൻ പോകുന്നത്. സച്ചിനൊക്കെ കോപ്പിറൈറ്റ് വരും ഇങ്ങനെ പാടല്ലേ? കോപ്പിറൈറ്റ് വന്നാലോ?
ഇവിടെ നല്ല തകൃതിയായിട്ട് മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അയ്യോ എല്ലാരും മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുക. ദീപ ചേച്ചിന്റെ ഒക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഞങ്ങൾ ഉണ്ണി പോലെ ഇതാക്കിടും. കണ്ടോ പൊലിവാണ്. എല്ലാവരും ഉണ്ട് അവിടെ ഓരോരുത്തർക്കുണ്ട്. ഇവിടെ കളിക്കുന്നുണ്ട്. ഡാൻസ് വീഡിയോ അങ്ങനെ അതെ പുടവ കൊടുക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ എന്തായാലും ഇത്രയും കെട്ടി ഒരുങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് 4 ഫോട്ടോ എടുക്കാതെ വിചാരിച്ച് നടക്കുക. ഇവിടെ എവിടെയും ബാക്ക്ഗ്രൗണ്ട് ഒന്നും സെറ്റ് ആവുന്നില്ല. അപ്പൊ ഈ പിള്ളേർക്കൊക്കെ ഭ്രാന്താ. ഇതെന്താ ഫോണിലൊക്കെ കുറെ വർത്താനൊക്കെ പറയുന്നത് പിച്ചുമ്പേയുള്ള കുറെ. അപ്പോൾ കുറച്ച് മേലോട്ട് ചെന്നാൽ നല്ല ഭംഗിയുള്ള സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ സാരി എടുത്തിട്ട് നടക്കാനും ഇരിക്കാനും നിൽക്കാനും വയ്യ. ഇതിങ്ങനെ എന്തൊക്കെയോ ആവണ്ടേ. ഇത്ര പൊക്കണല്ലേ. ടെക്നോളജി കിട്ടുന്നില്ല. ടെക്നോളജി സാരി പഠിച്ചു വരുന്നേ ഉള്ളൂ. സാരി എടുത്തേയില്ലേ കയറാൻ വയ്യ. അവിടെ എത്തിയിട്ട് ഇനി ഫോട്ടോ ഒക്കെ എടുക്കുന്ന കാണിച്ചു തരാം. ഇവിടെ ഫോട്ടോസ് വീഡിയോസ് എടുക്കേണ്ട തിരക്കിലാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാത്തിനേക്കാൾ കൂടുതൽ കാണുന്നുണ്ട്. എന്താ കുറെ ആൾക്കാർ ഇവിടെ ഫോട്ടോഷൂട്ട് നടന്നു. അതിന് വീട്ടിലിടുമ്പോ ശരിയായിക്കോളും. ഇത് വീവിഡാണ് കുട്ടുമണി. ആവശ്യം ഒന്നും കൂടി സാരി ടീംസ് ഫുൾ സാരിയാണ്. ഫോട്ടോ എന്തായാലും നല്ല കിട്ടുന്നില്ല. 4 വീഡിയോ എങ്കിലും എടുക്കാം. ഒന്നും കിട്ടില്ല. സങ്കടമായിട്ടൊന്നുമില്ല. ഇത്ര കെട്ടി ഒരുക്കിയത് വെറുതെ ആയിപ്പോയി. കൊറേ ഐഫോൺ ഉണ്ട് പക്ഷെ ഒരു കാര്യമില്ല. മുഖത്തുള്ള ഭംഗിയല്ലേ ഫോണിൽ കാണുള്ളൂ. ഫോട്ടോ എടുക്കുന്നുണ്ട്. പ്രോ ക്യാമറമാൻ സഞ്ജു ചേട്ടായി. ടീംസ് ഇതവിടെ എക്സ്പ്ലോർ ചെയ്തുതരാം. ഒരു കാട്ടുമുക്കി കാണിച്ചു തരാം. നല്ല രസം അവിടെ കാണാൻ. ഇതൊക്കെ ആയിക്കോളുണ്ട്. ചേച്ചില്ലെങ്കിൽ എന്താ ഗൈസ് യൂട്യൂബറെ ഫോൺ എടുത്തിട്ടാ കളിക്കണേ. ഞങ്ങൾ ഭയങ്കര രസമാണ്. ഡാൻസ് പ്രാക്ടീസ് ആണ്. അപ്പോൾ ഗായ്സ് ഞങ്ങളൊരു നിഗൂഢമായ സ്ഥലത്താണ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോസ് ഒക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. പിള്ളേർ ഫോൺ എടുത്ത് പോകുന്നുണ്ട്, എന്തൊക്കെയോ എടുക്കുന്നുണ്ട്. അവരെന്തൊക്കെയാ പറയുന്നത് എന്നുള്ളതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കാണുന്നത്. എനിക്ക് കുറച്ച് ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ സ്വപ്നത്തിൽ വിചാരിക്കുന്നുണ്ടാവില്ല ഞാൻ ഇതൊക്കെ വീഡിയോയിൽ ഇടും എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരു 7 മണി സമയമായപ്പോഴേക്കും നമ്മൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പതിയെ എല്ലാവരും വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയമായപ്പോഴേക്കും. അങ്ങനെ ആദ്യം തന്നെ നമ്മളെ കുഞ്ഞു കുട്ടികളെ കുറച്ച് പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ പാട്ടുണ്ടായിരുന്നു. എൻ്റെ സഞ്ജുവേട്ടൻ്റെ കപ്പിൾ സോങ് 2-3 ഞങ്ങൾ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ സച്ചുപ്പയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവനും ഞാനും ഭയങ്കര കമ്പനിയാണ്. അവിടെ ചെന്നപ്പോൾ പകലൊക്കെ എനിക്ക് ഫുൾ ടൈം ഇവനായിരുന്നു കേട്ടോ കൂട്ടുണ്ടായിരുന്നു. പക്ഷെ നൈറ്റ് ആയപ്പോഴേക്കും ഞാൻ ഭയങ്കര ബിസി ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഭയങ്കര പരാതിയായിരുന്നു കേട്ടോ. എന്നോട് എന്താ മിണ്ടാത്ത, എന്നെ എന്താ മൈൻഡ് ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞ് ഞാൻ തിരക്കായി പോയതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഫ്രീ ആയിട്ട് വരുമ്പോൾ എന്തായാലും നമുക്ക് നല്ല അടിപൊളി വീഡിയോസൊക്കെ എടുക്കാം. പകരം ഞാനവന് പ്ലാൻ ചെയ്യുന്നു നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കണം, അങ്ങനെ വീഡിയോ എടുക്കണം, കല്യാണത്തിൻ്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഞാൻ ഭയങ്കര ബിസി ആയി പോയിട്ടും അവൻ്റെ സങ്കടം പറയേണ്ടതിൻ്റെ ഇടയിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നെ. പിന്നെ നമ്മളുടെ പിള്ളേരുടെ ഡാൻസ്, പാട്ട്, അങ്ങനത്തെ കലാപരിപാടികളായിരുന്നു. അതിൻ്റെ ഇടയിൽ സിദ്ധുട്ടനെ നല്ല കളിയൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുഞ്ഞാറ്റാണ് കേട്ടോ. അമ്മായിൻ്റെ കുഞ്ഞാണ്, അമ്മായിൻ്റെ ചെറിയ മോളാണ്. എല്ലാം ഞാൻ വിശദമായിട്ട് എന്നൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം. കല്യാണ തിരക്കിലൊന്നും എനിക്ക് പറ്റിയില്ല. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ല എല്ലാവരും പരിചയപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഒന്നും നടന്നിട്ടില്ല. ഇത് നമ്മളുടെ കുഞ്ഞമ്മേൻ്റെ അമ്മായിൻ്റെ മക്കളും കുഞ്ഞമ്മയും അച്ചച്ചി എല്ലാവരും ആണ് കേട്ടോ. ഞങ്ങൾ ഫുൾ എൻജോയ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് സിദ്ധുട്ടൻ്റെ ഭയങ്കര കളിയാണ്. ഞാൻ നോക്കുമ്പോൾ അവൻ്റെ വൈറ്റ് ഷർട്ട് ഇട്ടിട്ടാണ് കുഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത്. ഫുൾ ചെളി കളറ്. അവന് ഭയങ്കര കളിയിലായിരുന്നു. ആരും മൈൻഡ് ചെയ്യേണ്ട. അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ സർപ്രൈസ് ആയിട്ട് ഗ്രൂം ട്യൂബി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് പൊന്നൂനും പപ്പിച്ചേടയ്ക്കുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ പ്രവർത്തിച്ച ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഇവർ രണ്ടുപേരും ആയിരുന്നു 2-3 ദിവസം മുന്നേ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രൂം ട്യൂബി നമുക്ക് കൊടുക്കേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട്. പക്ഷേങ്കിൽ അതിൻ്റെ ഇടയിലാണ് എനിക്ക് വയ്യാണ്ടായത്. ഞാൻ ഇഞ്ചക്ഷനും ഗ്ലൂക്കോസൊക്കെ വെച്ചിട്ടാണ് ആക്ച്വലി കല്യാണം തലേന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മറന്നു. പക്ഷേ പൊന്നു അവരൊക്കെ ഓർത്ത് എല്ലാം സെറ്റ് നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മളെ കല്യാണ പയ്യൻ
ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മളെ കസിൻസിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാവും എന്നുള്ളത്. നല്ലൊരു ക്യൂട്ട് കേക്കും പിന്നെ കളറിൻ്റെ സംഭവമൊക്കെ വെച്ച് സംഭവം എന്തായാലും കളറായി. പിന്നെ ഇവർ 2-3 പേരാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. ഇവർ ഇത് വാങ്ങിക്കാൻ പോയതാണെന്നൊന്നും ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. വന്ന് കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ചെയ്തപ്പോഴാണ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു, കേക്കൊക്കെ എല്ലാവർക്കും കൊടുത്തു, കഴിച്ചു. പിന്നെ ഫുൾ പാട്ടിട്ട് എല്ലാവരും സ്റ്റേജിൽ കയറി ഫുൾ ഡാൻസ് ആയിരുന്നു. അത് ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും സ്റ്റേജിൽ കയറി. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വരെ സ്റ്റേജിൽ കയറി ഫുള്ള് ഡാൻസ് വേണം. ചേട്ടായിമാരും ചേച്ചിമാരും എല്ലാവരും അടിപൊളിയായിട്ട് മൊത്തം ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു എന്ന് പറയും കല്യാണ തലേന്ന്. എനിക്ക് തോന്നുന്നു കല്യാണ പയ്യനെക്കാട്ടിലും ബാക്കി എല്ലാവരാണ് ഇത് എൻജോയ് ചെയ്തത്. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു സ്റ്റേജ് കിട്ടിയ മാതിരിയായിരുന്നു കേട്ടോ. ഫുള്ള് തുള്ളൽ ഡാൻസ് പഠിക്കണം എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും നടന്നില്ല. സ്റ്റേജൊന്നും അതില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ അഴിഞ്ഞാട്ടാന്ന് വേണമെങ്കിൽ പറയാം. ഫുള്ള് ഡാൻസും മേളും മൊത്തത്തിൽ എൻജോയ് ചെയ്തു. ഈ ഒരു സമയത്ത് ആയപ്പോഴേക്കും നല്ലതായിട്ട് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 1 മണി 2 മണി വരെയൊക്കെ ഏകദേശം നമ്മളെ സ്റ്റേജും പാട്ടും മേലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചേട്ടായിമാർ കയറി വരുന്നു. അതിൻ്റെ ഇടയിൽ ഡാൻസ്, എൻ്റെ സഞ്ജുവിൻ്റെ ഡാൻസൊക്കെ ഭയങ്കര കോമഡിയാണ്. അത് മാക്സിമം ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ് കേട്ടോ. ബാക്കിയുള്ള ഒരു കളിയൊക്കെ അങ്ങനത്തെ ചിന്തയൊന്നും സഞ്ജു പറഞ്ഞില്ല. ബാക്കിയുള്ളവരെ നമ്മളെ കാണികളെ ചിരിപ്പിക്കുക എന്നുള്ള ഒറ്റ മോട്ടീവ് തന്നെ സഞ്ജു പറഞ്ഞുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള തുള്ളലായിരുന്നു കേട്ടോ. ഈ പോർഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ആയപ്പോഴേക്കും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ അടുത്ത ഫാമിലീസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളൊക്കെ കിടക്കാന്നൊക്കെ വിചാരിക്കുന്ന സമയത്താണ് സഞ്ജുവേടെ നമ്മളുടെ അമ്മ മനസ്സ് തങ്ക മനസ്സ് പാട്ടിട്ട് അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് ആദ്യം പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ സഞ്ജുവേട്ടൻ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഏകദേശം ഒരു 1 ഇയറൊക്കെ മുന്നേ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പാടണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. പക്ഷേ കല്യാണ സമയമായപ്പോഴേക്കും അതൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. തിരക്കിൽ അതൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സഞ്ജുവേട്ടൻ എല്ലാം ഓർത്ത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. സത്യം പറഞ്ഞാൽ എല്ലാവരും പോകുന്നതിന് മുന്നേ ഈ സംഭവം ചെയ്യണമായിരുന്നു, എല്ലാവരും കാണാറുന്നതൊക്കെ ഞാൻ ആഗ്രഹിച്ചു വിടുന്നത്. കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് സ്റ്റേജിൽ കയറി. അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ 2-3 സ്റ്റെപ്പൊക്കെ സ്റ്റേജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോയിൽ കാണാനില്ല കേട്ടോ. എവിടെയാണാവോ എടുത്തിട്ടുണ്ടോയെന്ന് ഒന്നും അറിയില്ല. ഈ വീഡിയോ ഒന്നും കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. പിള്ളേർ അവിടെ നിന്ന് എടുത്തുകൊണ്ടാണ് ഇതന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫുൾ ഫാമിലി. ഇതിൻ്റെ ഇടയിലാണ് നമ്മളെ ദൈവം കൂടെ ഇപ്പോൾ കടന്നു വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ കല്യാണ തലേന്നത്തെ പരിപാടികൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കല്യാണ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.